ഫിഷ് പോണ്ട് അല്ലെങ്കിൽ അക്വാട്ടിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക. ഹേ ഗായ്സ്, അപ്പോൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് നമ്മുടെ പോണ്ടിൻ്റെ പണിയുടെ തിരക്കിലായിരുന്നു. സോ നിങ്ങൾ കാണാം, നമ്മളൊരു ചെറിയൊരു മോൺസ്റ്റർ ടാങ്ക് പണി ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരുപാട് ഫിൽറ്റർ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ കാണുക. സോ ഏകദേശം ഒരു 3000 ലിറ്റർ വെള്ളം കൊള്ളുന്ന രീതിയിലാണ് നമ്മൾ ആ ടാങ്ക് പണി ചെയ്തിട്ടുള്ളത്. സോ അടുത്ത് ഇന്നത്തെ പരിപാടി ഈ ഫിൽറ്റർ വയ്ക്കുന്നതാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ പോണ്ടേറ്റം കെട്ടിയിട്ട് ഫിൽറ്റർ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, അത് അല്പം ക്വാളിറ്റിയുള്ള വലിയ ഫിൽറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഇപ്പോൾ തൽക്കാലം മീനുകളൊക്കെ ഇതിലാണ് ഇട്ടിരിക്കുന്നത്, ഇതിലും ഇതിലുമായിട്ട്. പണി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് മാറ്റണം. ഇതാണ് മോട്ടർ. ഇത് സോബയുടെ 4200 സീരീസാണ്. കുറച്ച് ഹോളുകൾ ഇടണം. അതായത് ഇവിടെ ഒരു ഹോള്, നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ഹോള്, പിന്നെ താഴെ ഒരു ഡ്രെയിനേജ് ഹോൾ. ഇത് ഞാനൊരു വലിയ ബക്കറ്റ് എടുത്തതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യമുള്ളത് അതുപോലെ ബക്കറ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ക്യാനിൽ നിറയെ ഹോൾസ് ഇടുക. നിറയെ ഹോൾസ് ഇട്ട് ഇതുപോലൊരു എന്താ പറയുക, ഒരു ക്യാൻ റെഡിയാക്കുക. ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടാണ്. സോ ഇത് ആദ്യം വെള്ളം വരുന്നത് ഇതിലോട്ടാണ്. ഇതിൽ നിന്ന് ആദ്യത്തെ ഒരു ഫിൽട്രേഷൻ ഉണ്ട്. ഫസ്റ്റ് ഫിൽട്രേഷൻ ഇതാണ്. ഇത് നമുക്ക് ഡ്രൈനേജിനാണ്, അതായത് വീക്കിലി വൺസ് തുറന്നു വിടാനായിട്ട് ഡ്രൈനേജിന് വേണ്ടി കൊടുക്കുന്ന പൈപ്പാണ്. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ തന്നെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സെറ്റപ്പ് ഇത് ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ആ എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന ഭാഗത്തിന് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഇതുപോലൊരു എല്ലെടുക്കുക. നമ്മൾ നേരെ ഇത് കണ്ടോ, ഇത് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യണം. നമ്മുടെ ടാങ്കിലോട്ട് വാട്ടർ വരാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഇതാണ് സംഭവം. അതിനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. സോ നമ്മളെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഈ കണക്ഷൻ കൊടുത്ത് ഇത് വാട്ടർ ഇൻലെറ്റാണ്. നമ്മളെ മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം വരുന്ന ഇതാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വെക്കാൻ പോകുന്നതെന്ന് കാണിക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഹോസും കണക്ട് ചെയ്ത് മോട്ടറിൻ്റെ സെറ്റിങ്സും കാണിച്ചു തരാം. കുറച്ച് ഗ്രീൻ നെറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിഷ് വാഷറാണ്. ചെറിയ മെറ്റൽ സെറാമിക് ബോൾസ് 1 കിലോയുടെ 2 എണ്ണം. കരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാർക്കോൾ. അപ്പോൾ അതും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അതായത് ഫിൽട്രേഷൻ സ്പോഞ്ച് ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിലിടുന്ന സംഭവങ്ങളെല്ലാം പറ്റിയെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുക. മുറിവുകൾ സെപ്റ്റിക് ആവാതിരിക്കാനും ഫംഗൽ വരാതിരിക്കാനൊക്കെ ഉള്ള മറ്റൊന്നാണ്. എന്തായാലും 2 തുള്ളി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സാധാ മെറ്റലും കുറച്ചെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാൻ പോകുന്നത് ഈ നെറ്റ് അതിലിടുക. നമ്മുടെ ഇതിനെ നല്ല രീതിയിൽ അതിൽ അസംബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ രീതിക്ക് നല്ല അസംബിൾ ചെയ്ത് വയ്ക്കുക ഗൈസ്. അടുത്ത പരിപാടി നമ്മുടെ ഈ സ്പോഞ്ചാണ്. നമ്മുടെ ഫിൽറ്ററിങ് സ്പോഞ്ച് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഈ 3rd ലെയർ വന്ന് നമ്മുടെ സെറാമിക് മെറ്റൽസ് ഇടണം. ഇടുക. ഗായ്സ്, അപ്പോൾ നമ്മൾ വലിയ മെറ്റൽ തട്ടി കൊടുക്കുകയാണ്. ചിലർക്ക് തോന്നും മെറ്റലൊക്കെ കുറച്ചല്ലേ ഉള്ളൂ എന്ന്. നമ്മുടെ ക്ലീനിങ് എന്ന് വെച്ചാൽ താഴ്ന്ന് മുകളിലോട്ടാണ് വെള്ളം ക്ലീൻ ചെയ്ത് മുകളിൽ കൂടെയാണ് വരുന്നത്. അതുകൊണ്ട് മെറ്റൽ കുറച്ച് മതി. അടിയിലത്തെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചതുപോലെ അല്പം സ്ട്രോങ് ആയിട്ട് വയ്ക്കുക. ഇതാണ് ഫൈനൽ ലെയർ. ചാർക്കോളാണ് നമ്മളിട്ടത് ഫൈനൽ ലെയറായിട്ട്. ദെൻ നമ്മൾ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മോട്ടറിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുക്കുക. ഡ്രൈനേജിന് വെച്ചിരിക്കുന്ന ഹോസാണ്. അപ്പോൾ ഇത് അടച്ചു വിടുക. ഇത്
നമ്മൾ ഔട്ടർ പമ്പ് കൊടുത്തിട്ടുണ്ട്, MC-ലൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിലുള്ള വാട്ടർ നേരെ വന്ന് നമ്മുടെ ഈ ചെറിയ ഫൗണ്ടൈൻ പോലത്തെ ഇതിൽ നിന്ന് നമ്മുടെ ഈ ടാങ്കിലോട്ട് വരും. ഹോസ് കൊടുക്കുകയാണ്. നമ്മൾ ഈ മോട്ടറിൽ കണക്ഷൻ കൊടുക്കും. ഈ കണക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഫോണ്ടിലിപ്പോൾ വെള്ളമില്ല, വെള്ളം വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇറക്കി വയ്ക്കും. ഇനി വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. സോ അപ്പോൾ പ്രോസസ്സ് ഇതാണ്. ഈ മോട്ടറിലുള്ള വെള്ളം നേരെ പമ്പ് ചെയ്ത് ഇതിനുള്ളിലൂടെ ഏറ്റവും അടിഭാഗത്താണ് പോകുന്നത്. സോ അടിഭാഗത്ത് നിന്ന് ലെയറായിട്ട് ഫിൽട്ടർ ചെയ്ത് മുകളിൽ വന്ന് അതിലൂടെ നമ്മുടെ ആ ഫൗണ്ടൈനിലോട്ട് പോകും. ഇതാണ് സിമ്പിൾ പ്രോസസ്സാണ്. ഓരോ സാധനങ്ങൾ നോക്കി മേടിക്കുക. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഡ്രൈനേജ് ഹൗസാണ്. അതായത് ഇതിൽ നല്ല അഴുക്കുണ്ടെന്ന് തോന്നിയാൽ ഒരു 1 വീക്ക് 2 വീക്കൊക്കെ ആകുമ്പോൾ, എനിക്കറിയില്ല, നമ്മൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ കേടനുസരിച്ചിരിക്കും, 1 മന്ത് ആകുമ്പോൾ നല്ല അഴുക്കുണ്ടെന്ന് തോന്നിയാൽ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മോട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇത് നമ്മൾ ഇത്രയും കാലം വെള്ളം ഫിൽട്ടർ ചെയ്ത അതിൻ്റെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇതുവഴി പുറത്ത് പോകും. അപ്പോൾ നിങ്ങൾ ഇതിനുള്ളിൽ സാധനങ്ങൾ എടുത്തു മാറ്റേണ്ട ആവശ്യം അധികം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ പരിപാടിയാണ്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വരുന്നുണ്ട്. സോ ആർക്കെങ്കിലും പോണ്ട്, ഫിഷ് പോണ്ട് അല്ലെങ്കിൽ അക്വാട്ടിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക.